നൂറ പറയാണ്, എനിക്ക് ആറ്റുനോറ്റ് കിട്ടിയ ഒരു ക്യാപ്റ്റൻസി, അതൊരു ഫ്ലോയിൽ കൊണ്ടുപോകണം, അല്ലാതെ എനിക്ക് അഹങ്കാരമൊന്നും തലയ്ക്ക് പിടിച്ചിട്ടൊന്നും അല്ല. അനുമോള് പറയുന്നുണ്ട്, ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ക്യാപ്റ്റൻസി കിട്ടുമ്പം അത് നല്ലതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം, അല്ലാതെ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് കുത്തി കുത്തി നോവിക്കുകയല്ല ചെയ്യേണ്ടുന്ന ഒരു ക്യാപ്റ്റൻ. അതും എല്ലാവരും കേൾക്കുകയാണ് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നിന്നോട് നല്ല രീതിയിൽ കുറേ പ്രാവശ്യം പറഞ്ഞു, അത് ഇല്ലയെന്ന് നീ പറയരുത്. നൂറ പറയുകയാണേ, ഞാൻ നിന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞു, അനു നീ ഇവിടെ നില്ല്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതങ്ങ് സോൾവ് ചെയ്ത് നിൽക്കാം. അപ്പം നീ അതൊന്നും കേൾക്കാതാണ് ആ വെസലിൻ്റെ അടുത്ത് വെച്ച് ഞാൻ നിന്നോട് പറയുന്നുണ്ട്. അപ്പോൾ വാശിയിൽ നീ പറയാം എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ നിന്നോട് പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടയിലെന്ന് നിന്നോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു. അത് ഓക്കെ, കിച്ചണിൽ വെച്ച് നീ പറഞ്ഞു, അത് ഞാൻ സമ്മതിക്കുന്നു. അനുമോൾ പറയുകയാണേ, എനിക്കിവിടെ പാത്രം കഴുകുന്നതോ കുക്ക് ചെയ്യുന്നതോ തുണി കഴുകുന്നതോ ഒന്നും മടിയുള്ള ഒരു ജോലിയേ അല്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. അനുമോൾ പറയുകയാണ്, എനിക്ക് വീട്ടിലെ ജോലികൾ എന്ത് ജോലി ഉണ്ടെങ്കിലും അത് ചെയ്യുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വിറക് കീറുന്ന കാര്യവും തേങ്ങ പൊതിക്കുന്ന കാര്യമൊക്കെ പറയുകയാണ്. എൻ്റെ വീട്ടിലെ അച്ഛനും ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കും, പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ട് ഞാനിതൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ഒരു മടിയില്ല ജോലി ചെയ്യുന്നതിന്. അയ്യോ, അനുമോൾ ഭയങ്കരമായിട്ട് അത് പറഞ്ഞ് അങ്ങ് കരഞ്ഞു കേട്ടോ. എന്നിട്ട് പറയാണ്, ടാപ്പിംഗ് ചെയ്ത് ഞാൻ റബ്ബർ എടുത്തിട്ടുണ്ട് അറിയാമോ എന്ന് ചോദിച്ചിട്ട് കരയുന്നുണ്ട്. അത് അച്ഛൻ്റെ ജോലിയാണ്, പക്ഷേ അനുമോൾ ആ ജോലിയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെടുത്ത് ഷീറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ നമ്മൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചില രംഗങ്ങൾ കാണുമ്പോൾ സങ്കടം വരത്തില്ലേ? സത്യത്തിൽ എനിക്ക് സങ്കടം വരുന്നു. അനുമോളുടെ പറച്ചിൽ, ഞാൻ അനുമോളുടെ PR ഒന്നും അല്ല, പക്ഷേ ആരായാലും കാണുന്നവർക്ക് സങ്കടം വരും കേട്ടോ. അതുപോലെ അനുമോൾ പറയുന്നത്. ഞാൻ ആ ഷീറ്റ് അടിച്ചിട്ട് കവലെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെയ്യാത്ത ജോലികളില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഇത്രയും ഒരു മനുഷ്യൻ്റെ ചങ്ക് പൊട്ടുന്നതാണ് ആ കൊച്ചു പറയുന്നത് കേട്ടോ. സത്യം നമുക്ക് പോലും പറയാൻ പറ്റുന്നില്ല അത് കേട്ടിട്ട്. ഞാൻ വേണമെങ്കിൽ രാത്രിയിലെയും ഉച്ചക്കത്തെയും വൈകിട്ടത്തെയും മൊത്തം പാത്രം കഴുകുക, എനിക്ക് മടിയുള്ളൊരു കാര്യമേ ഇല്ല, എനിക്കിഷ്ടമാണ് ജോലി എടുക്കാൻ. അപ്പോൾ അതിൽ സൈഡിൽ ഇരുന്നിട്ട് പറയുകയാണ്, ഞാൻ നൂറേ നിന്നോട് കാണിച്ച സ്നേഹം കള്ളസ്നേഹമാണെന്ന് നിനക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. എനിക്ക് ആകെ ഒരു കാര്യമുള്ളൂ, എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ വേണം, ആരോടെങ്കിലും എന്തെങ്കിലും എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ജിമ്മിലൊക്കെ പോയാൽ പോലും എത്ര മണിക്കൂർ വേണമെങ്കിലും ഞാനിവിടെ നിൽക്കും. ദൈവം സഹായിച്ച് എനിക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട്. പാത്രം കഴുകുന്ന കാര്യത്തിൽ എനിക്ക് അന്നേരം ഒരു വാശിയുണ്ടായിരുന്നു, ഞാൻ വാശി തന്നെ കാണിച്ചാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. അക്ബറിൻ്റെ കൂടെ നിന്നിട്ടൊന്നും എനിക്ക് പാത്രം കഴിയുമ്പോൾ ആകെ 3-4 പാത്രമുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നത്തെ വൈകിട്ട് വരെയുള്ള പാത്രം കഴിവേണ്ടുന്ന ജോലി അവരുടേതായിരുന്നു, അവരത് ചെയ്തില്ല. അനീഷേട്ടൻ പോലും വന്ന് സംസാരിച്ചത് എന്തുകൊണ്ടാണ്, ഞാൻ പുള്ളിയോട് പറഞ്ഞു കൊടുത്തിട്ടല്ല, പുള്ളിക്ക് സ്വയം മനസ്സിലായിട്ടാണ് പുള്ളി അന്ന് വന്ന് സംസാരിച്ചത്. ഉച്ചയ്ക്ക് ഞാൻ കുക്ക് ചെയ്തിറങ്ങി ആ പാത്രം കഴിവേണ്ടുന്ന ജോലി അത് അവർക്കുള്ളതായിരുന്നു എന്ന് അനുമോൾ പറയുകയാണ്. ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂട്ടി ആ കിച്ചണിൽ കൊണ്ടുവന്ന് വാഷ് ബേസിനിൽ ഇടുന്ന അത്ര നല്ല സ്വഭാവമല്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളതങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അനുമോൾ പറയുന്നു.